പറന്നു പോയൊരു കിളികളെ ഓർമ്മതൻ വഴിയിലെ ചില്ലകളിൽ വരുമോ? നിറയും ഈ മിഴിയിണയിലെ നീർമണി നനവുകൾ മായ്ച്ചിടുവാൻ വരുമോ? ഒരു തൂവല്ലിനി തരുമോ? നിറങ്ങൾ വരുമോ? സ്വരങ്ങൾ വരുമോ? മഴയുടെ ശ്രുതി തരുമോ? ഒരു ദിനം കനവിൻ മലർവനം അരികിലത് മിഴികളിലടരുകയോ? ഇതുവരെ കരളിൽ പ്രിയമൊഴി മധുപകരും പല ദിനമോർത്തിടവേ. പണ്ടു പണ്ടേ പൂത്ത മലരുകൾ മിന്നും മിന്നാമിനുങ്ങുകൾ ഒരു കുറിയിനി വരുമോ? നറുചിരിയുടെ ഇതളുകൾ പുലരൊളി നിറവുകൾ ഇരുളിതിലായി വരുമോ? പണ്ടു പണ്ടേ പൂത്ത മലരുകൾ മിന്നും മിന്നാമിനുങ്ങുകൾ ഒരു കുറിയിനി വരുമോ? നറുചിരിയുടെ ഇതളുകൾ പുലരൊളി നിറവുകൾ ഇരുളിതിലായി വരുമോ? പൊന്നിലക്കൂട്ടിലെ തുമ്പികൾ വിണ്ണിലെങ്ങോ മാഞ്ഞുപോയി. അകലെ അകലെ ഒരു മഴവില്ലായി മാറിയോ? ഓ മാറിയോ? കാതിലെ തേന്മഴ തോരവേ, ഉള്ളിലെ മോഹങ്ങൾ തേങ്ങവേ. പൊൻചിലമ്പണിയും നിമിഷങ്ങളിതിലെ പായവേ, ഓ പായവേ. ഇവിടെ ഇരുളിൽ മനസ്സു നിറയെ സ്മൃതികൾ നീറുന്നുവോ? മറന്ന പാട്ടിൻ വരികളിനിയും എന്നെഞ്ചിൽ തഴുകിടുമോ? ഒരു ദിനം കനവിൻ മലർവനം അരികിലതു മിഴികളിലടരുകയോ? ഇതുവരെ കരളിൽ പ്രിയമൊഴി മധുപകരും പല ദിനമോർത്തിടവേ. പണ്ടു പണ്ടേ പൂത്ത മലരുകൾ മിന്നും മിന്നാമിനുങ്ങുകൾ ഒരു കുറിയിനി വരുമോ? നറുചിരിയുടെ ഇതളുകൾ പുലരൊളി നിറവുകൾ ഇരുളിതിലായി വരുമോ? പറന്നു പോയൊരു കിളികളെ ഓർമ്മതൻ വഴിയിലെ ചില്ലകളിൽ വരുമോ? നിറയും ഈ മിഴിയിണയിലെ നീർമണി നനവുകൾ മായ്ച്ചിടുവാൻ വരുമോ? ഒരു തൂവല്ലിനി തരുമോ? നിറങ്ങൾ വരുമോ? സ്വരങ്ങൾ വരുമോ? മഴയുടെ ശ്രുതി തരുമോ? ബദ്രി, ഒരു ബ്യൂട്ടിഫുൾ സോങ്, അടിപൊളി. സൗണ്ട് ഒക്കെ മാറ്റിയാണല്ലോ പാടിയത്. പ്രാക്ടീസ് ചെയ്തല്ലേ നന്നായിട്ട്? നല്ലോണം പ്രാക്ടീസ് ചെയ്ത്. അപ്പൊ നിനക്ക് പല ശബ്ദത്തിലും പാടാൻ പറ്റും? കുഴപ്പമില്ല. ഓരോ നേരം ഓരോ ശബ്ദമാണ്. രാത്രിയൊക്കെ ആകുമ്പോ വേറെ നാദം തന്നെയാ. സ്വഭാവം പോലെ അല്ലേ മക്കളെ? ശബ്ദം അതെ സ്വഭാവം ഒരു സ്വഭാവമായിരിക്കണടാ. നല്ല സ്വഭാവമല്ലേ? രാവിലെ നല്ല സ്വഭാവം, ഉച്ചക്ക് കുറച്ച് റോങ്, രാത്രി കംപ്ലീറ്റ് റോങ്. ഞാൻ അത്രക്കാരൻ അങ്ങനെയാണ്. പെട്ടെന്ന് ക്യാച്ച് ചെയ്യോ നീ സൗണ്ട് ഒക്കെ വേറെ ഒരു ആർട്ടിസ്റ്റിന്റെ? എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. ആണോ? ശരത് സാറിന്റെയോ ഹരിച്ചേട്ടന്റെ ഒക്കെ സൗണ്ട് പറ്റുമോ നിനക്ക്? ഹരിച്ചേട്ടന്റെ സൗണ്ടിൽ നമുക്ക് നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ നോക്കി. ഏത് പാട്ട്? ഞാന് നീ ഹിമമഴയായെന്ന് പറഞ്ഞപ്പോ
നീ എന്നെ കഴുകി പാറ്റിയിടല്ലേടോ. അല്ല ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അല്ലല്ല, ഇവനെ ഓക്കെ ആവുകയാണെങ്കിൽ ഷാന ഇല്ലേ നമുക്ക് അവനെ വിളിച്ചാൽ മതി. കാരണം ഇവന്റെ ഒടുക്കത്തെ പേയ്മെന്റും കൊടുക്കണ്ട. തക്കാളി മേടിച്ചു കൊടുത്താൽ മക്കളെ പാട് കേക്കട്ടെ. കേക്കട്ടെടാ. തെറ്റുണ്ടാവും അറിയില്ല. ആദ്യമേ പറയുന്നു ക്ഷമിക്കണം ഹരിച്ചേട്ടാ. നല്ലതാണെങ്കിൽ ഞാൻ നല്ലത് പറയും, മറ്റേ അല്ലെങ്കിൽ ഞാൻ തെറ്റി. അകമേ വാനവില്ലിനെഴുവർണ്ണമായി നിറമേ പൂവിടുന്നു നിൻ മുഖം. അകമേ മാനിടാതെ ചേർന്നിരെന്നിൽ നീ എന്നോമലേ. നീ ഹിമമഴയായി വരൂ ഹൃദയം അണിവിരലാൽ തൊടൂ. ഒരു മിനിറ്റ്. ആടാ വിനീതേ, ഹരി പാടിയ പാട്ടില്ലേ, അത് ഹരി തന്നെ പാടിയാ മതി. താങ്ക് യു. എടാ ഇറ്റ് വാസ് ഗുഡ്. നന്നായിരുന്നു. എവിടെയൊക്കെ ഒരു ഷെയ്ഡ് ഉണ്ട് കേട്ടോ, ചെറിയ തോതിൽ. അതെ അത് ആ ശബ്ദമൊന്നും അല്ല നിനക്ക്, പക്ഷെ ഇത് എവിടെയോ നീ നന്നായിട്ട് പാടി. അതെ അതെ നന്നായിട്ട് പാടി. അതായത് ഏതാണ്ടൊരു പരിപാടി ഉണ്ട് എന്റെ, എവിടേക്കൊക്കെയോ കൊള്ളാടാ. പക്ഷെ അധികം പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇനി മേല ഇപ്പൊ ഇവിടുന്ന് പാടിയത് ഓക്കെ. അതെ, ഇനി ഷാൻസാറിന് പഠിച്ചിട്ട് വരണേ. അത് ഇത്തിരി പാടുപെടും. ഓക്കെ ചോദിക്കാം ഹരിച്ചേട്ടാ. എന്റെ അടുത്ത് തന്നെ ചോദിക്കണം അല്ലേ. ബദ്രി നല്ല പെർഫോമൻസ്. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച് സാർ. അതെ, ബദ്രിയുടെ എനിക്ക് ഈ റീസെന്റ് പെർഫോമൻസസിൽ ഫോർ മീ ദിസ് ഇസ് റിയലി ഗുഡ്. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച് സാർ. എന്താ പറയാ, നല്ല സ്റ്റാർട്ട്, നല്ല എന്താ പറയാ, നന്നായിട്ട് ടോൺ നീ അതിൽ മാച്ച് ചെയ്തു. ആ സോങ്ങിനനുസരിച്ച് കുറച്ച് സ്വിച്ച് ചെയ്യാൻ നോക്കി. ഇറ്റ്സ് ഗുഡ്. താങ്ക് യു സാർ. എപ്പോഴും ഞാൻ ഇന്നലെയും പറഞ്ഞൊരു കാര്യമല്ലേ, നമ്മളെല്ലാം നമ്മുടെ ടോണിൽ തന്നെ പാടണമെന്നില്ല. നമുക്ക് ആ ഒരു സോങ്ങിന് സ്യൂട്ടബിൾ ആവുന്ന രീതിയിൽ വി ക്യാൻ സ്വിച്ച്. ഓക്കെ സാർ. അപ്പോൾ ആ രീതിയിൽ ബദ്രി നല്ല ബ്രില്യൻ്റ് ആയിട്ടത് അപ്രോച്ച്. ഭയങ്കര കാഷ്വൽ സിംഗിങ് ആയിരുന്നു. ഒരിക്കലും ഒരു ബലം പിടിച്ച് പാടേണ്ട ഒരു പാട്ടല്ലത്. അപ്പോൾ ആ ഒരു ഫ്ലോ ഉണ്ടായിരുന്നടാ തുടക്കത്തിൽ. ഞാനൊന്നും അങ്ങനെ എഴുതിയിട്ടില്ല. എനിക്ക് ആകെ അനുപല്ലവിയുടെ സ്റ്റാർട്ടിങ് ഉണ്ടല്ലോ, അതൊന്ന് പാടാവോ? പെണ്ണിലെങ്ങോ. അതാ വെണ്ണിലെങ്ങോ ആണ് കൊച്ചിന് പാവം. പൊന്നില കൂട്ടിലെ തുമ്പികൾ വിണ്ണിലെങ്ങോ മാഞ്ഞു പോ. ഇപ്പൊ ഈ സോങ്ങില് മേ ബി ആ സിംഗർ ആ ഒരു ഡിക്ഷനൊക്കെ ആ രീതിയിലായിരിക്കും പാടി. അപ്പം പൊന്നില കൂട്ടിലെ തുമ്പികൾ വെണ്ണിലെങ്ങോ മാഞ്ഞു. സോ അത് നമുക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. ദ വേ ഹീ ഈസ് സിംഗിങ് റൈറ്റ്. വേണമെങ്കിൽ ആ ഒരു ടെക്സ്ചർ നമുക്ക് എടുത്തിട്ട് അതിനെ തന്നെ കുറച്ചൊന്ന് നമ്മുടെ മലയാളത്തുമായിട്ടൊന്ന് പാടി ട്രൈ ചെയ്യാം. പൊന്നില കൂട്ടിലെ തുമ്പികൾ വിണ്ണിലെങ്ങോ വിണ്ണിലെങ്ങോ മാഞ്ഞു വിണ്ണിലെങ്ങോ സംഗതിയായിട്ട് ഫീൽ ചെയ്യാതെ വിണ്ണിലെങ്ങോ മാഞ്ഞു പോയി, വിണ്ണിലെങ്ങോ മാഞ്ഞു പോയി. ഓക്കെ, അതൊക്കെ കുറച്ചുകൂടി ലൈറ്റർ ആക്കാൻ തോന്നി. ഓക്കെ സാർ. അപ്പൊ എനിക്ക് അതാണ് മോനെ ആകെ ഫീൽ ചെയ്തത്. ബാക്കി അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. പിന്നെ കുറച്ച് എക്സ്പ്രസീവ് ആവാൻ തോന്നി. അതായത് ഇപ്പൊ എല്ലാം ഒരേ എക്സ്പ്രഷനിലാണ് ബദ്രി ഫ്രം ദ ടോപ്പ് പാടിയത്. ഓക്കെ സാർ. അതായത് ഇറ്റ്സ് ഗുഡ്. അത് വേറൊരു സ്റ്റൈൽ ഓഫ് സിംഗിങ് ആണ്. ബട്ട് ചില സ്ഥലത്ത് വി ക്യാൻ അപ്ലൈ ഫീൽ അല്ലേ, കുറച്ചും കൂടിയൊക്കെ ഒന്ന് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ടച്ച് ചെയ്താൽ ബെറ്റർ ആണെന്ന് തോന്നി. ഓക്കെ സാർ. എൽസ് ഇറ്റ് വാസ് റിയലി ഗുഡ് കേട്ടോ. താങ്ക് യു സാർ. ഹരിച്ചേട്ടാ കൊറേ പെർഫോമൻസ് ഒക്കെ മിസ് ചെയ്തു. ആണോ? ഒരുപാട് പെർഫോമൻസ് റൗണ്ടിൽ നീ എന്തായിരുന്നു ചെയ്തതെന്ന്? ഒന്ന് ഒരു മധുരക്കിനാവിന്, അത് ഷാംസാർ ഉണ്ടായിരുന്നു. പിന്നെ എങ്കേയും എപ്പോഴും മുല്ലപ്പൂം പല്ലിലോ. മുല്ലപ്പൂം പല്ലില്ലോ. കിഡ്ലൻ പെർഫോമൻസ് ഉണ്ടായിരുന്നു ബദ്രിയുടെ. ഓക്കെ മോനെ, എന്തായാലും കൊള്ളായിരുന്നു കേട്ടോ. ഹരിച്ചേട്ടാ. ശരത് സാർ. മക്കളെ കുഞ്ഞാടെ. ഓ സാർ. നല്ല രസം ഉണ്ടായിരുന്നോ നീ പാടി? എനിക്ക് കുറെ ഇഷ്ടമായി. താങ്ക് യു സോ മച്ച് സാർ. മക്കളെ ഇപ്പോൾ പ്രധാനമായിട്ട് ഇപ്പോൾ ആ ഒരു പാട്ടിൻ്റെ ആ ഫീൽ നിനക്ക് നമുക്ക് മനസ്സിലാവുമല്ലോ. നമ്മളത് ആ ഗായകനെ എടുത്ത് വിഴുങ്ങേണ്ട കാര്യമൊന്നുമില്ല.
അപ്പൊ അദ്ദേഹം പാടിയേക്കുന്നത് എന്താണ് വേണ്ട അത് മതി. മൊത്തം ഇമിറ്റേറ്റ് ചെയ്യാൻ പോകണ്ട മക്കളെ കേട്ടാ. ഓക്കെ സാർ. പക്ഷെ നീ നന്നായിട്ട് തന്നെ പ്രസന്റ് ചെയ്തു. എനിക്ക് കുറെ ഇഷ്ടമായി മക്കള് പാടിയത്. താങ്ക് യു സോ മച്ച്. പിന്നെ ഇതാരൊക്കെയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെന്ന് പറയൂ. പറയാം സാർ. പറയും എല്ലാരും ആ വൈബായാലോ. അത് കവിത റൗണ്ടടാ, ഇവിടെ അത് വേണ്ട. പറയാം സാർ. ഓക്കെ. സിനിമ ബിഗ് ബ്രദർ, വർഷം 2020. ഓക്കെ. ഇതിന്റെ മ്യൂസിക് ചെയ്തത് ദീപക് ദേവ് സാറാണ്. Okay. ലിറിക്സ് എഴുതിയത് റഫീഖ് അഹമ്മദ് സാറാണ്. പാടിയത് ആനന്ദ് ഭാസ്കർ സാർ. ആനന്ദ് ഭാസ്കർ സാർ. അപ്പൊ അത് ആനന്ദ് നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. അത് ആ പാട്ടിന് വേണ്ട ഒരു വികാരം. അല്ലെന്നുണ്ട് ദീപക് സമ്മതിക്കത്തില്ലല്ലോ. മക്കളെ നന്നായിട്ട് തന്നെ. ഞാൻ എഴുതിയേക്കുന്ന ആകെപ്പാടുള്ള അതാണ് വിണ്ണിലെങ്ങോ. അപ്പൊ ഹരി പാടുമ്പോ ഹരി വേറൊന്നും പാടിത്തന്നു. മോനെ അത് പാടിയിട്ടേ ഇല്ല. അതെന്താണ് അങ്ങനെ? അത് എന്നുള്ളത് എന്നൊരെണ്ണം പാടി ഹരി. മോൻ അത് പാടിയതേ ഇല്ല. ഞാനതാ നോക്കി വേറെണ്ണം പാടുമ്പോ അതുകൊണ്ട് പാടി കൊടുക്കണ്ടേ. ആ ബൃഹ അല്ലത്. അത്ര വലിക്കണ്ട. ഇവൻ ഇപ്പൊ പാറു ഇവൻ വരുമ്പോ ആദ്യ സമയത്തൊക്കെ ഇവൻ ചിരിക്കത്തതേ ഇല്ലായിരുന്നു. കിക്കിളിപ്പെടുത്തിയാൽ പോലും ചിരിക്കത്തില്ല. കൈയെടുക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് സീരിയസ് ആയിട്ട് നമ്മൾ കിക്കിളിപ്പെടുത്തിയാലേ എന്റെ ശരീരത്തിൽ തൊട്ട് എന്നെ നശിപ്പിക്കരുത്, കൈയെടുക്കൂ എന്നൊക്കെ അങ്ങനെ ഇരുന്നിട്ട് ഇവന് ഫുൾ ടൈം ചിരിയാ. പിന്നെ മോനെ എനിക്ക് ഈ ഒരു പാട്ടിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, എനിക്ക് ഈ ഒരു പാട്ടിൻ്റെ അറേഞ്ച്മെന്റ് ഒക്കെ കൊള്ളാം. പക്ഷെ എനിക്ക് ഒരു സംഭവം മാത്രം എനിക്ക് അങ്ങോട്ട് ബോധിച്ചില്ല. അതിന്റെ ആവശ്യമില്ലായിരുന്നു സത്യത്തിൽ. പാറുവിന് തോന്നിയോ? അതെന്താ ശരത് സാറിന്? ഇല്ല, ഇതിന് ആ തബല അത് കൊള്ളത്തില്ല. അതെന്തിനാ അത്? അതല്ലാതെ അതിന് മുമ്പ് നല്ലതായിരുന്നു. ആ തബല തുടങ്ങുന്നതിന് മുമ്പ് വരുന്ന അതിമനോഹരമായിരുന്നു. ആണോ ഷാനിക? പോരായിരുന്നു. അതൊരു ആവശ്യമില്ലായിരുന്നു. അത് ആർക്കോ ഇട്ട് കൊള്ളിച്ച് സംസാരിക്കുന്നത് പോലെ പറന്നു വരുന്നതാണ്. എന്താണ് ചിരിക്കുന്നതിനാ പാറു? ഒറിജിനൽ കോമ്പോസിഷനിൽ അങ്ങനെ ഒരു തബലയുടെ ആവശ്യമില്ല. എന്തിനാണ് ആവശ്യം? അതിനു മുമ്പ് എന്ത് രസമായിരുന്നു ആ പാട്ടൊക്കെ. ഞാൻ രസിച്ചിരുന്നു. അതിന്റെ ഇടയ്ക്ക് കുറച്ചുകൂടെ ഇന്ത്യനൈസ് ചെയ്യാൻ എന്തിനാത്? അങ്ങനെ ആയിരിക്കുമോ? അതിന്റെ ആവശ്യമില്ല. അതിന്റെ ആവശ്യം തബല വേണ്ടായിരുന്നു. വേറെ അവിടെ ഒരു ചെണ്ടയോ മിഴാവ് ചേങ്കിലെയോ താളോ മദ്ദളോ എന്തൊക്കെയെങ്കിലും ആവാമായിരുന്നു. എന്തിന് തബല? തബല പറയൂ പാച്ചു ചേട്ടാ, എന്തിന് തബല? പാച്ചു ചേട്ടനാ? ദീപകിന്റെ അടുത്തല്ലേ ചോദിക്കണ്ടേ? അപ്പൊ ഇതിന് ഈ തബല വായിച്ച ആരോ ഇവിടെങ്ങാണ്ട് ഇരിപ്പുണ്ട്. ഏതാണ്ട് മൂലക്കം കണ്ടല്ലേ? പാച്ചുവാ? പറഞ്ഞിട്ടില്ല. പാച്ചു ചേട്ടനാണ് നമ്മുടെ ഈ സോങ്ങിലെ. വെറുതെ അല്ല അങ്ങനെ ഒരു പരാമർശം ഉണ്ടായത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ തബല മാത്രം പാട്ടിൽ. ഐ ലവ് യു. പാച്ചു ചേട്ടാ ഓർമ്മകളിലേക്കൊക്കെ പോയോ? അല്ല, ഓർമ്മ പറയാനാണെങ്കിൽ ദീപകേട്ടൻ വിളിച്ചിട്ട് വേറൊരു വർക്കിന് വേണ്ടിയാണ് വിളിച്ചത്. അപ്പോൾ അത് വായിച്ച് കഴിഞ്ഞതിന് ശേഷം പുള്ളി തന്നെ പറഞ്ഞു, ഒരു വർക്കുണ്ട്, പക്ഷേ എനിക്ക് ബോംബെയിൽ നിന്ന് വായിപ്പിക്കണം, അതൊരു നോർത്ത് ഇന്ത്യൻ കൾച്ചറിലുള്ള പാട്ടാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു അത് നോർത്ത് ഇന്ത്യ, ഓൾറെഡി ഈ പാട്ട് നോർത്ത് ഇന്ത്യയിലുള്ള ആരോ വായിക്കേണ്ടതായിരുന്നു. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് വായിപ്പിച്ചു. പക്ഷേ ജിക്കായിരുന്നു സ്കെയില്. 2 തബല 2 ഡോലക്ക് മസ്റ്റായിട്ട് വേണമെന്ന് പറഞ്ഞു. അതായത് ഒരു ട്രാക്ക് ഒരു ഡോലക്ക്, അത് മാറ്റി വെച്ചിട്ട് അടുത്ത ട്രാക്ക് വേറൊരു ഡോലക്ക്. അങ്ങനെ 2 പേരുണ്ടായിരുന്നു. ഞാൻ സന്ദീപും ഉണ്ടായിരുന്നു. അങ്ങനെ 4 ഡോലിയും 2 തബല വെച്ച് 2 ട്രാക്കുമാണ് വായിച്ചത്. ഇപ്പോൾ വായിച്ചു കഴിഞ്ഞ് ഇതൊരു സാധാരണ പാട്ട് പോലെയാണ് അപ്പോൾ ഫീൽ ചെയ്തത്. പക്ഷേ ആ ലോക്ക്ഡൗൺ സമയത്ത് കുറേ റീൽസിലൂടെ ഈ പാട്ട് ഒരുപാട് ആൾക്കാരിലേക്ക് എത്തി. അങ്ങനെ ഒരു എക്സ്പീരിയൻസ്. പിന്നെ ദീപക്കേട്ടിൻ്റെ വർക്കിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മൈക്ക് വെച്ചിട്ട് വായിച്ചതിന് ശേഷം ഉള്ള മിക്സ് അല്ല, ഒരു പകുതി മിക്സ് വായിക്കുന്നതിന് മുമ്പേ പുള്ളിക്കാരൻ ചെയ്യും. മൈക്കിന്റെ പൊസിഷൻ വെച്ചിട്ട് അത് കൺസോളിലിരുന്ന് കേട്ട്, അത് പുള്ളിക്ക് ഒരു ഐഡിയ ഉണ്ട്, ഇതെങ്ങനെ ഫൈനൽ ആയി തീരും എന്നുള്ള ഐഡിയ ഓൾറെഡി തുടങ്ങുമ്പോഴേ ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ട് പിന്നെ എന്തിനാ നോർത്ത് ഇന്ത്യക്കാരന്റെ പുറകെ പോയത്? അതെന്തോ പോകാൻ പറ്റാത്തതുകൊണ്ടാണ്. പക്ഷെ ടോൺ ഒരു നല്ല പുള്ളി ഉദ്ദേശിക്കുന്ന ടോൺ കിട്ടിയതിന് ശേഷം മാത്രമേ വായിപ്പിക്കത്തുള്ളൂ. എല്ലാരും അങ്ങനെയാണ്.
അത് നമുക്ക് ഞാൻ പറഞ്ഞ ടോൺ വെച്ചാൽ നമ്മൾ ഓക്കെ പറയുമോ? അങ്ങനെയൊന്നുമില്ല. നമുക്കും വേണ്ട ഒരു സംഭവം ഇല്ല, നമ്മൾ ആരും ഓക്കെ പറയത്തില്ല. അല്ല, എന്നാലും എനിക്ക് ഉണ്ടായ അനുഭവങ്ങളിൽ ദീപക്കേട്ടന്റെ അടുത്തുള്ള അത് നല്ലതാ. ദീപക് ഒരു നല്ല എഞ്ചിനീയറും കൂടെ ആണല്ലോ. പക്ഷെ എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സും ആ ഒരു ടോൺ അവർക്ക് വിചാരിക്കുന്ന സംഭവം കിട്ടാണ്ട് പെടുത്തല്ലോ. രാജാ സാറ് മൈക്കും ഒക്കെ വെക്കുന്നതും പിന്നെ അവരുടെ ടോൺ നേരിട്ട് നിന്ന് കേട്ട് ഇത് തന്നെ എനിക്ക് ഇവിടെ വേണമെന്ന് പറഞ്ഞിരിക്കുന്ന എത്ര പേരുണ്ട്. അപ്പൊ അത് ദീപക്കിന് ഞങ്ങളുടെ സ്നേഹം അറിയിക്കുന്നു. ഓക്കെ, ഷാനിക്ക. എടാ ബദ്രി, ഓ സാർ, അടിപൊളിയായിട്ട് പാടിയടാ. താങ്ക് യു സാർ. ഈ പാട്ടിന് വേണ്ടിയിട്ട് ബദ്രി വോയിസ് മോഡുലേറ്റ് ചെയ്തു എന്ന് പറയുന്നത് ഒരു ഭയങ്കര വലിയ കാര്യമാണ് കേട്ടോ. ഞാൻ താങ്ക് യു സാർ. ഇന്ന് നമ്മൾ ആക്ച്വലി കേട്ടത് ബദ്രിയുടെ ശരിക്കുള്ള വോയിസ് അല്ല, ഇല്ലേ? അതുകൊണ്ട് വളരെ നല്ലതായിരുന്നു. അതുകൊണ്ട് ഭയങ്കര ഫ്രഷ് ആയിരുന്നു ബദ്രി. താങ്ക് യു സാർ. കാരണം ബദ്രി അവിടുന്ന് പാടുമ്പോൾ ഇത് ആക്ച്വലി ബദ്രി തന്നെയാണോ പാടണേന്ന്, കാരണം നമുക്കറിയാലോ സാധാരണ ബദ്രിയുടെ സോങ് സെലക്ഷൻ എങ്ങനെയാണ്, സിംഗിങ് സ്റ്റൈൽ എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് എല്ലാവരുടെയും മനസ്സിൽ ആക്ച്വലി പതിഞ്ഞ ഒരു ഫാക്റ്റാണ്. പക്ഷെ അതിനെയൊക്കെ അടിച്ചു പൊളിച്ചിട്ടാണ് ഇപ്പൊ പുതിയൊരു സംഭവമായിട്ട് വന്നത്. അത് അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു സാർ. കാരണം ഞാൻ എപ്പോഴും പറയും, ഇപ്പോഴത്തെ കാലത്ത് വേണ്ടത് വേഴ്സറ്റാലിറ്റിയാണ്. ഇപ്പോൾ ഒരാൾ വന്നിട്ട് ഇപ്പം അച്ഛനോട് ദീപക്കേട്ടൻ പറഞ്ഞ പോലെ ഇപ്പം ഒരു പാട്ട് കഴിഞ്ഞിട്ട് ഇതാ അടുത്ത പാട്ട് അല്ലേ, ചിലപ്പോൾ അങ്ങനെയായിരിക്കും. ബദ്രി വരും, ചിലപ്പോൾ 2 പാട്ട് റെക്കോർഡ് ചെയ്യാൻ ഉണ്ടാവുമായിരിക്കും. പക്ഷെ ബദ്രി വരുമ്പോഴായിരിക്കും, ബദ്രി പാടി ഫസ്റ്റ് സോങ് കഴിയുമ്പോഴായിരിക്കും എന്നാൽ പിന്നെ നമുക്ക് മറ്റേ സെക്കൻഡ് സോങ് കൂടി ഒന്ന് ട്രൈ ചെയ്താലോ എന്ന് പറയുമ്പോഴായിരിക്കും ഈ ടോൺ ചിലപ്പോൾ മാറ്റി പാടേണ്ട ഒരു ആവശ്യമൊക്കെ വരിക. ഇപ്പോഴത്തെ കാലമാണല്ലോ. ഈവൻ ആ സിംഗിങ് സ്റ്റൈൽ, ഞാൻ പറയുന്നത് ടോൺ മാത്രമല്ല, ആ സിംഗിങ് സ്റ്റൈൽ പോലും ബദ്രി ഈ ഒരു സോങ്ങിനനുസരിച്ച് മോഡുലേറ്റ് ചെയ്തു എന്നുള്ളത് ഹൈലി അപ്രിഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഷാനിക്ക അങ്ങനെ പഠിച്ചിട്ടുണ്ടാ വന്നിട്ട് രണ്ടാമതും സോങ്? പിന്നെ നമുക്ക് എല്ലാവർക്കും ഈ പറയുന്ന പോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്കാകെ പിന്നെ വിണ്ണിലെങ്ങോ അതിപ്പോൾ ഓൾറെഡി എല്ലാവരും പറഞ്ഞു. ഞാൻ വിണ്ണിലെങ്ങോ മാത്രമേ ഞാൻ വരയിട്ടിട്ടുള്ളൂ. ബാക്കിയൊക്കെ നന്നായിട്ട് ഞാൻ എൻജോയ് ചെയ്യായിരുന്നു ബദ്രി പാടുന്നത്. പിന്നെ എനിക്ക് ആകെ അനുപല്ലവിയുടെ എൻഡിൽ ആ കോറസും എല്ലാവരും കൂടി വന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് ടെമ്പോ മിസ്സായോ എന്നുള്ളൊരു ഇത് മാത്രം, ഒരു സിങ്ക് വ്യത്യാസം മാത്രം. ബാക്കി ഇറ്റ് വാസ് ഫൈൻ കേട്ടോ, നന്നായിട്ട് തന്നെ പോയി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു. ഓക്കെ, അപ്പൊ ഇനി മാർക്സ്. ഷാനിക്ക. ബദ്രി. ഓ സാർ. 8.8. താങ്ക് യു സാർ. ശരത് സർ. എനിക്കൊരു ചെറിയ വ്യത്യാസമുണ്ട്. 8.8. 8.8. താങ്ക് യു സാർ. ഓക്കെ, ചേട്ടാ. ഉഗ്രമാർക്ക, ബെറ്റർ മാർക്ക. So total 17.6. Okay, Badri.